അഹങ്കാരം വിനയായി തീർന്ന ഒട്ടകച്ചേട്ടായിയുടെയും കഴുതകുമാരൻ്റെയും കഥ. ഒരിക്കൽ തങ്ങളുടെ യജമാനൻ തുണിക്കച്ചവടം നടത്തുന്നതിനായി ദൂരദേശത്തുള്ള ഒരങ്ങാടിയിൽ പോകാൻ തീരുമാനിച്ചു. അയാളുടെ ജോലിക്കാരായ ഒട്ടകച്ചേട്ടായിയുടെയും കഴുതകുമാരൻ്റെയും പുറത്ത് കുറച്ച് തുണിത്തരങ്ങളും കെട്ടിവെച്ച് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. പിന്നെ മരുഭൂമിയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഈ ഒട്ടകച്ചേട്ടായും കഴുതകുമാരനും കുറച്ച് അഹങ്കാരികളായിരുന്നു കേട്ടോ. തനിക്ക് മരുഭൂമിയിലെ യാത്ര പരിചിതമാണെന്നും തന്നെ ഒരിക്കലും ചൂടും തളർച്ചയും ബാധിക്കില്ലെന്നുമായിരുന്നു ഒട്ടകച്ചേട്ടായിയുടെ അഹങ്കാരം. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഈ മരുഭൂമിയിലൂടെ ഞാൻ വേണമെങ്കിൽ ഓടിക്കാണിക്കാം. എന്റെ അച്ഛനൊരു കുതിരയായിരുന്നു. അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം പറഞ്ഞ് നടന്നു നീങ്ങി. സൂര്യൻ ചൂട് പിടിച്ചപ്പോൾ അവർ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ അഭയം തേടി. ഈന്തപ്പനയുടെ ചെറിയ തണലിൽ കയറി നിൽക്കുവാൻ അവർ മത്സരമായി. ഉള്ള തണലുകൊണ്ട് തൃപ്തിപ്പെടാതെ അവർ പരസ്പരം ഉന്തും തള്ളുമായി. ഉച്ചയോടെ ചൂട് അസഹനീയമായി. ഒട്ടകം ചൂടിൽ ഒരുവിധം പിടിച്ചു നിന്നു. കഴുതകുമാരൻ തളർന്നുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിനക്ക് ചൂട് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ലെന്ന്. എന്തായിരുന്നു വീരവാദം? അച്ഛൻ്റെ കുതിരയായിരുന്നു, ഓടിക്കാണിക്കാം, ചാടിക്കാണിക്കാം. എന്നിട്ടിപ്പോ എന്തായി? ഒട്ടകച്ചേട്ടായി, എന്നെ രക്ഷിക്കണം. എന്റെ അച്ഛൻ കുതിരയായിരുന്നെങ്കിലും അമ്മ ഒരു കഴുതയായിരുന്നു. അനുഭവിച്ചോ അനുഭവിച്ചോ. അപ്പോഴാണ് തന്റെ യജമാനന്റെ ആജ്ഞ ഒരശരീരി പോലെ ഒട്ടകച്ചേട്ടായിയുടെ കാതിൽ മുഴങ്ങിയത്. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ രണ്ടുപേരും കൂടി എല്ലാം തകിടം മറിക്കുമെന്ന്. സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങാടിയിൽ എത്തേണ്ടതാ. നിങ്ങൾ വികൃതി കാണിച്ചിട്ടല്ലേ? ഒരു പണി ചെയ്യ് ഒട്ടകച്ചേട്ടാ. തളർന്നു വീണ കഴുതയെ കൂടി നീ അങ്ങ് ചുമന്നോ. എന്നിട്ടെന്തായി? അഹങ്കാരിയായ ഒട്ടകച്ചേട്ടായി ഒന്നും മിണ്ടാതെ അനുസരണയോടെ തളർന്നുപോയ കഴുതയെയും ചുമന്ന് അങ്ങാടിയിലേക്ക് നടന്നു. അപ്പോഴും ഒട്ടകത്തിന്റെ മുതുകിൽ കിടന്നുകൊണ്ട് ആ കഴുതകുമാരൻ വിളിച്ചു പറഞ്ഞു, ഒട്ടകച്ചേട്ടായി, നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ തളർച്ചയും വരില്ലായിരുന്നു. ചേട്ടായിക്ക് എന്നെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ. അതെ, അഹങ്കാരം കൊണ്ടുണ്ടായ വിനയാണ് നിങ്ങളിപ്പോൾ കേട്ട കഥ. നിങ്ങൾ ഇന്ന് കുറേ കഥകൾ കേട്ടല്ലോ. ഞാൻ പറഞ്ഞ എല്ലാ കഥകളും നിങ്ങൾ നല്ല കുട്ടികളായി വളരാനുള്ള പ്രചോദനമാകട്ടെ. നിങ്ങളെപ്പോലെ തന്നെ എന്നെ ചൈനയിലെ ഏതോ കൂട്ടുകാരന്വേഷിക്കുന്നുണ്ട്. എന്നാ ഇനി ഞാൻ പോയി വരാം. താങ്ക് യു അമ്പിളി മാമ, താങ്ക് യു.